നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സേമിയ ഉപയോഗിച്ച് ഇങ്ങനൊരു പലഹാരം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം കോൺഫ്ലോർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് മധുരമൊന്നും കാണില്ല, ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 1/4 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പാല് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പാലാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒട്ടും കട്ടകളില്ലാതെ നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു കസ്റ്റേർഡ് പൗഡറൊക്കെ നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ഒരു പാകത്തിന് കുറുകി വരും. ഒരല്പം കൂടെ കുറുകാനുണ്ട്. ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി അവസാനം കാണിച്ചു തരാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു പാകത്തിനായി കിട്ടും. ഇതിലും ഒരുപാട് കട്ടിയാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിനെടുത്താൽ ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാകുക. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി സേമിയയുടെ കവറിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാല് ഒന്ന് ആദ്യം തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത സേമിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് കനം കൂടിയതല്ല, ഒരല്പം കനം കുറഞ്ഞ സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിക്കുള്ള സേമിയ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 1 കപ്പ് സേമിയ മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വെച്ചോളൂ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു പാലൊക്കെ വറ്റി വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും സേമിയ ഒരു പകുതി വേവായി കിട്ടിക്കോളും. കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് മനസ്സിലാകും. ആ ഒരു പാകത്തിന് മാത്രം തയ്യാറാക്കി എടുത്താൽ മതി. ഒരുപാട് ഓവർ കുക്ക് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. ആ ഒരു ചൂടിൽ ആ ഒരു പഞ്ചസാര മെൽട്ടായിട്ട് വന്നോളും. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ ആ ഒരു സേമിയയുടെ കവറിങ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരുപാട് വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുത്താൽ മതി. ഇതിൻ്റെയും ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലത്തെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഓരോ കുഴിയിലും ഒരല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഓരോ കുഴിയിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഭാഗത്തോളമായിട്ട് വെച്ച് കൊടുക്കുക. നമ്മളിതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു കുഴിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് ഒന്നിതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. ഒരു കുഴി പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിലൊരല്പം നെയ്യാക്കുകയാണെങ്കിൽ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ സേമിയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കസ്റ്റേർഡിൻ്റെ ഫില്ലിംഗ് ഈ ഒരു പാകത്തിനാണ് ഇതിൻ്റെ ചൂടാറി വരുമ്പോൾ ഉണ്ടാകുക. ഈ ഒരു പാകത്തിനാണ് ഇത് വേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഏകദേശം 1/2 ടീസ്പൂണോളൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ വെക്കാൻ പറ്റുക അത്രമാത്രം വെച്ചാൽ മതി. ഓവറായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ കുഴിയിലും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും സേമിയ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സേമിയ ഫില്ലിങ് ഇതുപോലെ 12 എണ്ണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പാകത്തിനാണ് ഉണ്ടാകുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിലൊരല്പം നെയ്യാക്കിയോ അല്ലെങ്കിൽ വെള്ളമാക്കിയിട്ടോ നമുക്കിത് ലെവൽ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ ഭാഗവും ഒന്ന് പിടിച്ചൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ആ ഒരു കുഴിയുടെ പാകത്തിനേക്ക് ആക്കിയെടുത്താൽ മതിയാകും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം 1-2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമ്മളിത് തുറന്ന് വെച്ച് ആ ഒരു അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് തുറന്ന് വെച്ച് ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുക്കും ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അടിഭാഗം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അടിയിലേക്ക് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും അടുത്ത ആ ഒരു ഭാഗം കൂടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല കസ്റ്റേർഡ് ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും സേമിയ ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു പലഹാരം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകില്ല. നല്ല ടേസ്റ്റിയാണ്. പുറമേ ഒരു ലൈറ്റ് മധുരം മാത്രമേ കാണുള്ളൂ. ഉള്ളിലത്തെ കസ്റ്റേർഡ് ഫില്ലിങ്ങും കൂടെ വരുമ്പോൾ രുചി നല്ലപോലെ കൂടും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.